നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഡിവിഷന്റെ പ്രോസസ്സ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഓക്കെ, 2 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാം. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഡിവൈഡിങ് എ 4 ഡിജിറ്റ് നമ്പർ ബൈ എ 1 ഡിജിറ്റ് നമ്പർ. പേജ് നമ്പർ 98. പേജ് നമ്പർ 98. Dividing a 4 digit number by a 1 digit number. ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ. 2 ഡിജിറ്റ് നമ്പറിനെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? 2 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാം. 3 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാം. അതേപോലെ തന്നെയാണ് 4 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. All of you listen here. Seven three 7,358 divided by 3. ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, മിസ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കണേ. 7,358 divided by 3. എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് 7ൽ നമുക്ക് എത്ര 3 ഉണ്ട് നോക്കണം അല്ലെ? 7ൽ എത്ര 3 ഉണ്ട്? എത്ര തവണ നമുക്ക് 3 എടുക്കാൻ പറ്റും 7ൽ നിന്ന്? 2 times. 2 times. 2 into 3 6 അല്ലെ? 2 times നമുക്ക് 3 എടുക്കാം 7ൽ നിന്ന്. അപ്പൊ റിമൈനിങ് എത്ര വരും? 2 3 എടുത്തിട്ടുണ്ടെങ്കിൽ 2 തവണ 3 എടുത്തിട്ടുണ്ടെങ്കിൽ 6 നമ്മൾ 7ന് എടുത്തു, ബാക്കി റിമൈനിങ് 1. ഇനി തൊട്ടടുത്ത പ്ലേസിലുള്ള 3, അതായത് 100ന്റെ പ്ലേസിലുള്ള 3 നമ്മൾ താഴേക്ക് മാറ്റി എഴുതി. അപ്പൊ എത്രയായി? 13. ഓക്കെ, ആ 13ൽ നമുക്ക് എത്ര 3 എടുക്കാൻ പറ്റും? 13ൽ നിന്ന് നമുക്ക് എത്ര 3 നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും? എങ്ങനെ നോക്കാം? 3ന്റെ ടേബിൾ ചൊല്ലി നോക്കിയാൽ മതി. 1 3 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15. 5 3s വന്നിട്ടുണ്ടെങ്കിൽ 15 ആയി. അപ്പൊ 4 3s എടുക്കാം. 4 3s മാത്രമേ നമുക്ക് 13ൽ നിന്ന് എടുക്കാൻ പറ്റും. 4 3s എത്രയാ? 12. 4 into 3. അപ്പൊ നമ്മൾ ഈ 4 എഴുതേണ്ടത് 3ന്റെ തൊട്ട് നേരെ മേലെ ആയിരിക്കണം. നമ്മൾ ആദ്യം 2 എഴുതിയത് 7ന്റെ നേരെ മേലെയാണ്. അതേപോലെ 4 എഴുതേണ്ടത് 3ന്റെ നേരെ മേലെ ആയിരിക്കണം. 4 into 3 12. റിമൈനിങ് 1. നമ്മൾ തൊട്ടടുത്ത പ്ലേസിലുള്ള 10ന്റെ പ്ലേസിലുള്ള 5 നമ്മള് തൊട്ട് താഴേക്ക് എടുത്ത് എഴുതി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. ഇനി 15ൽ എത്ര തവണ നമുക്ക് 3 എടുക്കാൻ പറ്റും? 15ൽ നിന്ന് 3ന്റെ ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കിയാൽ മതി. 1 3 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15 അല്ലെ? 5 times നമുക്ക് 3 എടുക്കാൻ പറ്റും. 5 into 3 15. 15 15 മൈനസ് ചെയ്താൽ 0 കിട്ടി. ബാക്കി ഇവിടെയുള്ള വരുന്ന 8 നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. 8ൽ എത്ര തവണ 3 എടുക്കാൻ പറ്റും? 8ൽ നിന്ന് 3 നമുക്ക് 2 തവണ എടുക്കാം അല്ലെ? 2 തവണ. 3 തവണ 3 ആകുമ്പോൾ 9 ആയി. That is not possible. So 2 തവണ നമുക്ക് 3 എടുക്കാൻ പറ്റും. 2 into 3 6. മൈനസ് ചെയ്താൽ 8 minus 6
2. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാ? 7358 divided by 3 is equal to 2452. Remaining എത്ര? Remaining 2. ഇത്രയേ ഉള്ളൂ. നമ്മൾ 3 ഡിജിറ്റ് നമ്പർ ചെയ്യുന്നത് പോലെ തന്നെയാണ് 4 ഡിജിറ്റ് നമ്പറും ചെയ്യുന്നത്. ആദ്യം നമ്മൾ 1000ന്റെ പ്ലേസിലുള്ള നമ്പറിനെ ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി നമ്മൾ 3 ഡിജിറ്റ് നമ്പർ ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ താഴേക്ക് ഡിവൈഡ് ചെയ്ത് ബാക്കി റിമൈനിങ്ങും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടെക്സ്റ്റിലുള്ള പേജ് നമ്പർ 99 എക്സൈസ് 3.7 കണ്ടോ? എക്സൈസ് 3.7 അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് വൺ എല്ലാരും ഒന്ന് നോട്ട് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. 3996 divided by 3. $3,396 divided by 3. And answer ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. എന്താ ഫാത്തിമ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ചെയ്തു. ഷംബീൽ, സിനാൻ, അബ്ദുൽ ബാസിദ് എന്താ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? ചെയ്തു കഴിഞ്ഞോ? കിട്ടുന്നില്ലേ? മിസ് ചെയ്തു തരണം ഒന്നുകൂടി. ഓക്കെ, ലിസൺ ഹിയർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ മിസ് ചെയ്തു തരാം. ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാരും. എത്രയായിരുന്നു ക്വസ്റ്റ്യൻ? 3996 divided by 3 അല്ലേ? ഇതെല്ലാം നമുക്ക് ചെയ്യണ്ടേ? എങ്ങനെ ചെയ്യാം? 3996 divided by 3. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മള് 1000ന്റെ പ്ലേസിലുള്ള 3, അതിനകത്ത് 3 എത്ര തവണ നമുക്ക് എടുക്കാൻ പറ്റും? 3നെ 3 കൊണ്ട് എത്ര തവണ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഒരു തവണ അല്ലെ? ഒരു തവണ നമുക്ക് 3 നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും. അപ്പൊ 1 into 3 3. നമ്മൾ 3യിൽ നിന്ന് ഒരു 3 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി അവിടെ എത്രയുണ്ട്? 0. നമ്മൾ തൊട്ടടുത്ത പ്ലേസിലുള്ള 9 എന്ത് ചെയ്തു? അതിന് തൊട്ട് താഴേക്ക്, അതായത് നമുക്ക് അടുത്തത് 9ൽ നിന്നാണ് 3 മാറ്റി വെക്കേണ്ടത്. അപ്പൊ 9ൽ നിന്ന് 3 മാറ്റി വെക്കണമെങ്കിൽ ആ 9 നമ്മൾ തൊട്ട് താഴേക്ക് എടുത്ത് എഴുതി. ആ 9ൽ എത്ര തവണ 3 നമുക്ക് മാറ്റി വെക്കാൻ പറ്റും? 1 3 3, 2 3s are 6, 3 3s are 9. 3 times 9ൽ നിന്ന് നമുക്ക് 3 മാറ്റി വെക്കാൻ പറ്റും.
അപ്പൊ 3 into 3 9. 9 നിന്ന് 9 മൈനസ് ചെയ്താല് 0. അഗൈൻ നമുക്ക് 0 കിട്ടി. തൊട്ടടുത്ത പ്ലേസിൽ 10ന്റെ പ്ലേസിലുള്ള വീണ്ടും നമുക്ക് 9 തന്നെയാണ് കിട്ടുന്നത് അല്ലെ. 10ന്റെ പ്ലേസിൽ അഗൈൻ 9 ആണ്. ആ 9 നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. ഈ 9ൽ എത്ര തവണ 3 നമുക്ക് മാറ്റി വെക്കാൻ പറ്റും? അഗൈൻ 3 times. 9ൽ നമുക്ക് 3 കൊണ്ട് 3 times ഡിവൈഡ് ചെയ്യാം. സോ 3 into 3 9 മൈനസ് ചെയ്താൽ 0. റിമൈനിങ് ഇവിടെ എത്രയുണ്ട്? 6 നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. ഇനി നമുക്ക് 6ൽ 3 times എത്ര തവണ പോകുന്നു നോക്കാം. 6ൽ എത്ര തവണ 3 പോകും? 2 times. 2 into 3 6. 6ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 0. സോ ഇവിടെ നമുക്ക് റിമൈനിങ് ഒന്നും കിട്ടുന്നില്ല, റിമൈൻഡർ ഒന്നും ഇല്ല അല്ലെ. ഇനി നമ്മള് ഇതിന്റെ ആൻസർ എത്രയാന്ന് കിട്ടി? ആൻസർ എത്രയാന്ന് കിട്ടി? 1332 ആണ് ഇതിന്റെ ആൻസർ. ദാറ്റ് ഈസ് 3996 divided by 3 is equal to 1332. ഇനി ശരിയാണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ആൻസർ ഇൻടു, അതായത് quotient into divisor, quotient into divisor plus remainder. അത് ഓർമ്മയുണ്ടോ? ക്വോഷ്യന്റിനെ, അതായത് നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ച ക്വോഷ്യന്റ്, ക്വോഷ്യന്റ് ഡിവൈസർ ഡിവിഡൻഡ് റിമൈൻഡർ. ഈ 4 വേർഡ്സ് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ. അപ്പോ ഈ ക്വോഷ്യന്റിനെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനോട് റിമൈൻഡർ ആഡ് ചെയ്താല് ഈ കാണുന്ന ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ മൈനസ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ തിരിച്ച് ആഡ് ചെയ്യുന്നില്ലേ? ഡിഫറൻസിനെ തൊട്ട് മേലുള്ള ചെറിയ നമ്പർ കൊണ്ട് ആഡ് ചെയ്താല് ഫസ്റ്റ് ആഡ് ചെയ്യുന്ന നമ്പർ കിട്ടുന്നുണ്ടോ നോക്കുന്നില്ലേ, ചെക്ക് ചെയ്യുന്നില്ലേ? അതേപോലെ ഡിവിഷനിൽ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ദിസ് ഡിവൈസറിനെ ക്വോഷ്യന്റിനെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആഡ് ചെയ്യുമ്പോ ഈ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യണ്ടേ. കിട്ടിയ ക്വോഷ്യന്റ് എത്രയാ? 1332. 1332നെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 2 into 3 6, 3 into 3 9, പിന്നെ again 3 into 3 9, ലാസ്റ്റ് 1000ന്റെ പ്ലേസിൽ 1 into 3 3. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന ആൻസറിനോട് 3996നോട് എന്ത് ആഡ് ചെയ്യണം? റിമൈൻഡർ. ഹിയർ റിമൈൻഡർ ഈസ് 0. 0 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3996. അപ്പൊ നമുക്ക് ക്വോഷ്യന്റിനോട് ഡിവൈസർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആഡ് ചെയ്യുമ്പോ ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് ഇവിടെ. So our answer is correct. This is the method for checking the answer, checking the quotient. മനസ്സിലായോ എങ്ങനെ ചെയ്യണ്ടേന്ന്? അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. Exercise 3.7 പേജ് നമ്പർ 99ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1865 divided by 3. എന്നിട്ട് തിരിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ശരിയാണോ. കിട്ടുന്ന ആൻസറും ക്വോഷ്യന്റും നിങ്ങൾക്ക് കിട്ടിയ റിമൈൻഡറും കൂടി ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ചെയ്തതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ശരിയാണോ. ഒന്ന് ചെയ്ത് നോക്കി ആദ്യം അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. അത് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, മിസ് ചെയ്ത് തരാം. നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കണേ.
ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1865 divided by 3. അതല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ചെയ്ത് നോക്കണേ. 1865 divided by 3. അപ്പൊ ആദ്യം നമ്മൾ 1000ന്റെ പ്ലേസിലുള്ള നമ്പർ നോക്കി. Here it is 1. 1 is less than 3. അല്ലെ? 3നേക്കാളും നമ്മളെ ഡിവൈസറിനെക്കാളും ചെറുതാണ് 1000ന്റെ പ്ലേസിലുള്ള 1. അപ്പൊ നമുക്ക് 1000ന്റെ പ്ലേസിലുള്ള ഡിജിറ്റിനെ ഡിവൈസറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഏത് ഡിജിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? അതിന് തൊട്ട് മേലൊരു 0 എഴുതണം. അതായത് നമുക്ക് ആ നമ്പറിനെ, ആ ഡിജിറ്റിനെ ഡിവൈസറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ ഈ 0 എഴുതുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് 1ന്റെ അതായത് 1000ന്റെ പ്ലേസിലുള്ള 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിന് തൊട്ട് മേലെ ഒരു 0 എഴുതി. 0 into 3 0 ആണ്. അത് അവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. തൊട്ടടുത്ത പ്ലേസ് കൂടി കൺസിഡർ ചെയ്യാം. 100ന്റെ പ്ലേസ് ഇറ്റ് ഈസ് 8. അപ്പൊ 1000ന്റെ പ്ലേസിൽ 1 ഉണ്ട്, 100ന്റെ പ്ലേസിൽ 8 ഉണ്ട്. രണ്ടും കൂടി 18 ആയി അല്ലെ? അപ്പൊ 18നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ? 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കുക. ഏത് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 കിട്ടുന്നത് നോക്കുക. 1 into 3 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15, 6 3s are 18 അല്ലെ? 6 3s are 18. അപ്പൊ നമ്മൾ ആ 6 എവിടെയാ എഴുതണ്ടേ? ശരിക്കും 8ന്റെ നേരെ മേലെ വേണം 6 എഴുതാൻ. നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. 8ന്റെ നേരെ മേലെ വേണം 6 എഴുതാൻ. ഒരിക്കലും അത് ഈ 10ന്റെ പ്ലേസിന്റെ നേരെ മേലെയോ 1000ന്റെ പ്ലേസിന്റെ നേരെ മേലെയോ എഴുതരുത്. ഓക്കെ? then 6 into 3 18. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 6 into 3 18 സബ്ട്രാക്ട് ചെയ്തു, നമുക്ക് 0 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 10ന്റെ പ്ലേസിലുള്ള 6 നമ്മൾ തൊട്ട് താഴേക്ക് എടുത്ത് എഴുതി. 6ൽ 3 എത്ര തവണ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കുക. 1 into 3 3, 2 into 3 6. അപ്പൊ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 എന്ന് ആൻസർ കിട്ടും. അപ്പൊ 2 എഴുതേണ്ടത് എവിടെയാ? 6ന്റെ തൊട്ട് മേലെ, 6ന്റെ നേരെ മേലെ വേണം 2 എഴുതാൻ. 2 into 3 again നമുക്ക് 6 കിട്ടി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ലാസ്റ്റ് 1ന്റെ പ്ലേസിലുള്ള 5 നമ്മൾ തൊട്ട് താഴേക്ക് എടുത്ത് എഴുതി. 5ൽ 3 എത്ര തവണ പോകും? ഒരു തവണ മാത്രമേ നമുക്ക് 5ൽ നിന്ന് 3 പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1 into 3 3. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റിമൈനിങ് we get the remainder as 2. We get the remainder 2. ഇനിയിപ്പോ ഇതെങ്ങനെ ചെക്ക് ചെയ്യാം? എങ്ങനെ ചെക്ക് ചെയ്യാം? കിട്ടിയിരിക്കുന്ന ആൻസറിനെ അതായത് കോഷ്യന്റിനെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് റിമൈൻഡർ ആഡ് ചെയ്യാം. എത്ര ആൻസർ? ആദ്യത്തെ സ്ഥലത്ത് ആദ്യത്തെ പ്ലേസിൽ 0 ആണെങ്കിൽ we never consider that 0. So the quotient is 621. 621 into 3 is equal to 621 into 3. 1 into 3 3, 2 into 3, 2 into 3 6. Next 6 into 3 18. 1863. ഇനി കിട്ടുന്ന ഈ 1863 അതായത് നമ്മളുടെ ആൻസർ കോഷ്യന്റിനെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1863 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 1863യോട് കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? റിമൈൻഡർ ആഡ് ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടും?
1865. നമുക്ക് തന്നിരിക്കുന്ന ഡിവിഡൻഡ് തന്നെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ആൻസർ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഡിവിഡൻഡ്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ക്വോഷ്യന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ ചെയ്തത്? ഡിവൈഡ് ചെയ്തത് മനസ്സിലായോ? ഒരു മിനിറ്റ് നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായി. ഷെഫിക്ക് മനസ്സിലായില്ല, ദേവാഞ്ജനയ്ക്ക് മനസ്സിലായില്ല, വേറെ അൽനയ്ക്ക് മനസ്സിലായില്ല, ആഷ്യൻ, അബ്ദുൽ ബാസിദ്, ഷംവേൽ, വാട്ട് അബൌട്ട് യു? സിനാന് മനസ്സിലായില്ല, ആഗ്നസിന് മനസ്സിലായില്ല. ഓക്കെ, ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് വൺസ് മോർ. Listen here. എത്രയായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ? 1865 divided by 3 അല്ലേ? divided by 3. Okay, divided by മിസ് വേറെ എഴുതാട്ടോ. divided by 3. നമ്മൾ എങ്ങനെയാ ചെയ്യണ്ടേ? സാധാരണ നമ്മൾ 3 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? 1865 divided by 3. ആദ്യം നമ്മൾ 1000ന്റെ പ്ലേസിലുള്ള ഈ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമ്മുടെ കയ്യിൽ ഒരു മുട്ടായി ഉണ്ട്, ഒരു ചോക്ലേറ്റ് ഉണ്ട്. ആ നമ്മുടെ കയ്യിൽ ഒരു ചോക്ലേറ്റിൽ നിന്ന് 3 ചോക്ലേറ്റ് അനിയന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പൊ നമുക്ക് 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? 1 ഉള്ളതിൽ നിന്ന് നമുക്ക് 3 ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 1ന്റെ നേരെ മേലെ we write a 0. That indicates we can never divide 1 by 3. 1നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഒരു 0 ഇടുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? തൊട്ടടുത്ത ഡിജിറ്റും കൂടി കൺസിഡർ ചെയ്യാം. 8. 1ഉം 8ഉം കൂടിയാൽ എത്രയായി? 18 ആയി അല്ലെ? 1ഉം 8ഉം കൂടിയാൽ 18 ആയി. 18. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 18 ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 3 ചോക്ലേറ്റ്സ് വീതമുള്ള ഒരു ഗ്രൂപ്പ് ആക്കി വെച്ചാൽ എത്ര ഗ്രൂപ്പ് നമുക്ക് ആക്കി വെക്കാൻ പറ്റും? That is the process of 18 divided by 3. നമ്മുടെ കയ്യിൽ 18 ചോക്ലേറ്റ് ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് 3 മാറ്റി എത്ര തവണ നമുക്ക് വെക്കാൻ പറ്റും? എത്ര തവണ വെക്കാൻ പറ്റും? അതെങ്ങനെ കണ്ടുപിടിക്കാം? 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 കിട്ടുന്നതെന്ന് നോക്കുക. 3 എന്ന് പറയുന്ന നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത് നോക്കുക. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ? 6 എന്ന് പറയുന്ന നമ്പർ. 3 into 6 ആണ് 18 അല്ലെ? 3 into 6 ആണ് 18. അപ്പോ ഈ 6 നമ്മൾ എവിടെ എഴുതണ്ടേ? 8ന്റെ തൊട്ട് മേലെ ആയിട്ട് വേണം 6 എഴുതാൻ. ഓക്കെ, 8ന്റെ തൊട്ട് മേലെ ആയിട്ട് വേണം 6 എഴുതാൻ. 6 into 3 18. നമ്മൾ സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇനി നമുക്ക് എന്താ ഡിവൈഡ് ചെയ്യാനുള്ളത്? നെക്സ്റ്റ് 10ന്റെ പ്ലേസിലുള്ള 6. ആ 6 നമ്മൾ നേരെ താഴേക്ക് എടുത്ത് എഴുതി. 6ൽ എത്ര തവണ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6നെ 3നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 6 കിട്ടുക? 2 അല്ലെ? 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we get 6. So write 2 just above 6. 6ന്റെ തൊട്ട് മേലെ ആയിട്ട് വേണം 2 എഴുതാൻ. 2 into 3 6. സബ്ട്രാക്ട് ചെയ്താൽ നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ സബ്ട്രാക്ട് ചെയ്യുക. we get 0. ഇനി ബാക്കി എത്രയുണ്ട്? ഇവിടെ 5 ഉണ്ട്. ആ 5 നമ്മൾ സാധാരണ താഴേക്ക് എടുത്ത് എഴുതുന്ന പോലെ എടുത്ത് എഴുതി. ഈ 5ൽ നിന്ന് നമുക്ക് എത്ര തവണ 3 എടുത്ത് മാറ്റാൻ പറ്റും? നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ്സ് ഉണ്ട്.
അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ 3 ചോക്ലേറ്റ് വീതം കൊടുക്കുന്നു. ഒരാൾക്ക് 3 ചോക്ലേറ്റ് കൊടുത്തു. രണ്ടാമതൊരാൾക്ക് 3 എണ്ണം കൊടുക്കാനുണ്ടാവുമോ? ഒരാൾക്ക് 3 ചോക്ലേറ്റ് കൊടുത്തു. രണ്ടാമതൊരാൾക്ക് 3 എണ്ണം കൊടുക്കാനുണ്ടാവുമോ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ ബാക്കി 2 എണ്ണേ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് 5ൽ നിന്ന് 3 ഒരു തവണ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു തവണ മാത്രമേ നമുക്ക് 5ൽ നിന്ന് 3 മാറ്റി വെക്കാൻ കഴിയുള്ളൂ. അപ്പൊ 1 into 3 എത്രയാ? 3. റിമൈൻഡർ എത്രയായിരിക്കും? 5 minus 3, 2. This is the answer. That is, the quotient is 621. നമ്മൾ ആദ്യം 0 ഇട്ടിട്ട് ഒരിക്കലും നമ്പർ എഴുതില്ല. ഇപ്പൊ 72 എന്ന് പറയുന്ന നമ്പറിന്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ആയാൽ അത് 720 ആയി അല്ലെ? ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ടാലോ? that 0 has no value. ആ 0ന് വാല്യൂ ഇല്ല. ഒരു നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 0 എഴുതിയാല് ആ 0ന് വാല്യൂ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് 0 വന്നിരിക്കുന്നത്. അപ്പൊ ആ 0ന് വാല്യൂ ഇല്ല. അപ്പൊ quotient is 621. Quotient is 621. Remainder is 2. അപ്പൊ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ആദ്യം quotientനെ, അതായത് 621നെ ഡിവൈസർ കൊണ്ട്, that is 3. Here the divisor is 3. അപ്പൊ നിങ്ങൾ ഈ വേർഡ് കറക്റ്റ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. Here 1865 is dividend and 3 is divisor, 621 is quotient and 2 is remainder. അപ്പൊ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന quotientനെ 621നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. that is 3. ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക എത്ര കിട്ടുമെന്ന് വെച്ചാൽ 1863 എന്ന് കിട്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ. ഇനി കിട്ടിയിരിക്കുന്ന ഈ പ്രൊഡക്റ്റിനോട് കൂടി റിമൈൻഡർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ദാറ്റ് റിമൈൻഡർ ടു ദാറ്റ് പ്രൊഡക്റ്റ്. 1863 പ്ലസ് ഇവിടെ റിമൈൻഡർ എത്രയാ? 2. ആ 2 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 1865. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 1865 അല്ലേ ക്വസ്റ്റ്യനിലുള്ള ഡിവിഡൻഡ്? എന്താ ഈ ഡിവിഡൻഡ് അല്ലേ? അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് പ്രോസസ്, ഓപ്പോസിറ്റ് റിവേഴ്സ് ഓർഡറിൽ ചെയ്തു നോക്കുമ്പോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡിവിഡൻഡ് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ വി ക്യാൻ conclude that our answer is correct. The quotient that we find out is correct. Okay, ഇപ്പൊ മനസ്സിലായോ? ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയോ? നിഹാൽ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ക്ലാസ് കഴിയാറായി, 3 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. നിങ്ങൾ ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഫോൺ ജസ്റ്റ് അവിടെ ഓഫ് ആക്കി വെക്കുക, ഫോൺ മാറ്റി വെക്കുക. അമ്മയുടെ കയ്യിലോ അച്ഛന്റെ കയ്യിലോ ഏച്ചിയുടെ കയ്യിലോ ആരുടെ കയ്യിലോ വെച്ചാൽ ഫോൺ അങ്ങ് കൊടുത്തേക്കുക. എന്നിട്ട് ആരും അവിടെ നിന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കണ്ട. എക്സസൈസ് 3.7 ഇല്ലേ? ഇപ്പൊ നമ്മൾ ചെയ്ത 2 ക്വസ്റ്റ്യൻ ഇല്ലേ? അതിന്റെ ബാക്കി ഒരു 8 എണ്ണം 10ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. 3, 4, 5, 6, 7, 8, 9, 10 ഒരു 8 ക്വസ്റ്റ്യൻ റൈറ്റ് നൗ ഇപ്പൊ തന്നെ നിങ്ങൾ നോട്ടിൽ ചെയ്യാം. ക്ലാസ് കഴിഞ്ഞ ഉടനെ ആരും ഫോൺ ഓഫ് ആക്കി വെച്ച് ബുക്കും മടക്കി വെച്ച് എഴുന്നേറ്റ് പോണ്ട. ഫോൺ അവിടെ മാറ്റി വെച്ചേക്കുക. ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും മുന്നിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യന്റെ ബാക്കിയൊക്കെ ഹോംവർക്ക് ആയിട്ട് ഇപ്പൊ തന്നെ ഒന്ന് ചെയ്യാം. ഓക്കെ, വിത്തിൻ ഹാഫ് ആൻ അവർ നിങ്ങളുടെ എല്ലാവരുടെയും ആൻസർ എനിക്ക് കിട്ടിയിരിക്കണം. ഫോൺ ഇപ്പൊ കയ്യിലുള്ളവര്, ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തവരുടെ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാവും. അപ്പോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും ആൻസർ വിത്തിൻ ഹാഫ് ആൻ അവർ എനിക്ക് കിട്ടിയിരിക്കണം. അരമണിക്കൂറിനുള്ളില് നിങ്ങളുടെ ഈ ഹോംവർക്കിന്റെ ആൻസർ എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തരാം. ഗ്രൂപ്പിലിടണ്ട, പേഴ്സണൽ ആയിട്ട് അയച്ചു തരാം.
ഓക്കെ, അപ്പൊ ഇന്നത്തെ മാത്സിന്റെ വർക്ക് അങ്ങ് കഴിയുമല്ലോ. വേറെ ടൈം ഒന്നും കണ്ടുപിടിക്കണ്ട, ഇപ്പൊ തന്നെ ചെയ്തോളാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും പെട്ടെന്ന് തന്നെ ഹോംവർക്ക് ചെയ്തു. ഓക്കെ, ബൈ.